ഹായ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ ആൻഡ് ആർട്ടിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാമിലിയായിട്ട് നമുക്ക് ഒറ്റ ദിവസം തൃശ്ശൂരിൽ കറങ്ങാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ പോകുന്നത് സീഷോർ ഫാമിലാണ്. സീഷോർ ഫാം കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ സൂയിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാം കുട്ടികളായി ഫാമിലിയായിട്ട് പോകുന്ന സ്ഥലങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. തൃശ്ശൂരിൻ്റെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം. ഇത് 2024 ട്രാവൽ ആൻഡ് ആർട്ടിൻ്റെ ഒരു വെർഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. മൊത്തം കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. നോർത്ത് പറവൂരിൽ നിന്നാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നോർത്ത് പറവൂരിൽ നിന്ന് നമ്മൾ നേരെ കൊടുങ്ങല്ലൂർ റൂട്ട് പിടിക്കണം. കൊടുങ്ങല്ലൂരിൽ നിന്ന് നേരെ ഗുരുവായൂർ റൂട്ട് പിടിക്കണം. ഗുരുവായൂർ റൂട്ടിൽ നമ്മൾ പോകുമ്പോൾ 3 പീടിക എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. 3 പീടികയിൽ നിന്ന് റൈറ്റിലേക്ക് കാക്കാത്തുരുത്തി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ മാപ്പിട്ട് പോയാൽ മതി. സീഷോർ ഫാം മാപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി വേ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആ വഴി നേരെ എത്തിയ ഒരു വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അവിടെ ലഞ്ച് കാര്യങ്ങൾ കിട്ടണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം. നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് തന്നെ എല്ലാ പ്രാവശ്യത്തെ പോലെ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് സീഷോർ ഫാമിൻ്റെ മെയിൻ എൻട്രൻസ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നേരെ നമുക്ക് റൈറ്റിലാണ് പാർക്കിങ്. ലെഫ്റ്റ് സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ റൈറ്റിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരുപാട് വണ്ടികളുണ്ട്. കാരണം ഇത് ഓണത്തിൻ്റെ ടൈമാണ്, അതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഇവിടെ. സാധാരണ ഇത്രത്തോളമൊന്നും ഉണ്ടാവാറില്ല, പക്ഷേ ഈ ഓണത്തിൻ്റെ ടൈം ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. അപ്പോൾ വണ്ടി നമുക്ക് ഇവിടെ ഒന്നും ഇടാൻ സ്ഥലമില്ല, മാറ്റത്തേക്ക് പോകണം. പക്ഷേ ഇവിടെ ഒരുപാട് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. നല്ല ലാവിഷാണ്, എത്ര വേണമെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇവിടെയും ബാക്കിലൊക്കെ ആയിട്ട് നിറച്ച സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഇപ്പോൾ എവിടെയാണ്, ബാക്കി നമുക്ക് ചെന്നിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മളങ്ങനെ റെഡ് പാം മരങ്ങളുടെ ഇടയിലൂടെ നടന്ന് നേരെ എത്തുന്നത് ഇതുപോലൊരു ആർച്ചാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ കാണുന്നെങ്കിൽ ഇതുപോലൊരു ആർച്ചാണ്. അപ്പോൾ ഇതിനകത്ത് മൗഗ്ലിയും ആനയും കടുവയും എല്ലാത്തിൻ്റെയും പ്രതിമകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൂടെ നമ്മൾ ആദ്യം കയറുന്ന കുട്ടികളുടെ മറ്റേ ഗെയിമിംഗ് ആക്ടിവിറ്റീസാണ്. ഇവിടെയൊക്കെ ഫ്രീ ആണ്, ഇവിടെ ഫുള്ള് ഫ്രീ ആണ്. ടിക്കറ്റൊന്നുമില്ല, കാർ പാർക്കിംഗ് ടിക്കറ്റ് ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ഈ കുട്ടികളുടെ ഇതുപോലുള്ള ഗെയിമിംഗ് ആക്ടിവിറ്റീസൊന്നും ടിക്കറ്റില്ല. ആകെ ടിക്കറ്റ് വരുന്നത് ഈ കാണുന്ന ട്രെയിനിലുണ്ട്. അതുപോലെ തന്നെ വാട്ടർ ബോട്ടിംഗ് ഉണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്, ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഈ ട്രെയിൻ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. നമ്മൾ ഇവിടെ വരുമ്പോൾ ഒക്കെ ഇങ്ങനെ ട്രെയിൻ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ ആദ്യം കുട്ടികളുടെ ഈ ഗെയിമിംഗ് ആക്ടിവിറ്റീസുള്ള ഈ എൻട്രൻസിലേക്കാണ് കയറാൻ പോകുന്നത്. ജസ്റ്റ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ ജസ്റ്റ് ക്യാമറ ഒന്ന് പാൻ ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ഗെയിമിംഗ് ആക്ടിവിറ്റീസിൻ്റെ എൻട്രൻസിലേക്ക് കയറുകയാണ്. അപ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം.
ഇവിടെയൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കമൻറ്ററി പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്നും പറയാത്ത കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിഷ്വൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഞാനത് വീഡിയോ വിസ്തരിച്ച് തന്നെ കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അടുത്ത ഭാഗത്തേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് ഓടിച്ച് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഉദയനാപുരം സുൽത്താൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ജഗതി ഈ ഹോമകുണ്ടത്തിന് ചുറ്റും ഓടുന്ന പോലെ എല്ലാ ഫ്രെയിമിലും ഇതുപോലെ ഈ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ഫ്രീ ഗെയിമിംഗ് ഏരിയയിലെ എല്ലാ സംഭവങ്ങളും കാണിച്ചിട്ടുണ്ട് കേട്ടോ, വിസ്തരിച്ച് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. പിന്നെ വരുന്ന ഒരു ഗാർഡനാണ് കേട്ടോ. അപ്പോൾ ചെടികളൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടുന്ന് ചെടികളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അതിനുശേഷം ഈ റൈറ്റ് സൈഡിലായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ തടാകമുണ്ട്. ഇവിടെയാണ് ബോട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ കുറച്ച് കിളിക്കൂടുകളുണ്ട്. അപ്പോൾ അതിലെല്ലാം ഈ മെക്കാവോ അതുപോലുള്ള കുറച്ച് തത്ത ഇനത്തിൽപ്പെട്ട കിളികളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ അത് കുട്ടികൾക്കൊക്കെ ഒരു രസമായിരിക്കും. അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ടിക്കറ്റ് എടുക്കണം. ഇനി എന്തൊക്കെ ഇവിടെ ആക്ടിവിറ്റീസാണ് നമുക്ക് നോക്കണം. അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കണം. അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം. ബമ്പർ കാറിന് 2 പേർക്ക് 100 രൂപയാണ് വരുന്നത്. ജയൻറ്റ് വീലിനാണെങ്കിൽ ഒരാൾക്ക് 50 രൂപയാണ് വരുന്നത്. പിന്നെ ബോട്ടിന് 4 പേർക്ക് 100 രൂപയാണ് വരുന്നത്. അതുപോലെ ട്രെയിനിന് ഒരാൾക്ക് 30 രൂപയാണ് വരുന്നത്. ശരിക്കും ഇത് റീസണബിൾ ആയിട്ടുള്ള റേറ്റാണ്. നമ്മളിപ്പോൾ ലുലുവിലൊക്കെ ഞാൻ ഇതിൻ്റെ ടിക്കറ്റ് എടുക്കാറുള്ളതാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കുറവാണ് ഇവിടെ. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ടിക്കറ്റുകൾ എടുത്തു. ബമ്പർ കാർ എടുത്തിട്ടില്ല, ബാക്കിയെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കയറാൻ പോകുന്നത് ട്രെയിനിലാണ്. ട്രെയിനിൽ ഒരാൾക്ക് 30 രൂപയാണ് റേറ്റ് വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ പരിപാടി എന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫാം മൊത്തം അവർ റൗണ്ട് കറക്കും. അപ്പോൾ ട്രെയിൻ എന്ന് പറയുന്നത് മറ്റേ റെയിൽവേ പാളമല്ല കേട്ടോ, പകരം ടയറാണ്. അപ്പോൾ ടയർ വെച്ചിട്ട് ഇവരിങ്ങനെ ഓടിച്ച് ഈ ഫാം ചുറ്റും കറക്കും. അപ്പോൾ ടയറായതുകൊണ്ട് കുറച്ച് ജർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം, എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ട്രെയിൻ, ഇതാണ് ടോയ് ട്രെയിൻ. അപ്പോൾ അത് വന്ന് നിന്നു. നമ്മളപ്പോൾ അതിൽ കയറാൻ പോവുകയാണ്. നമ്മളങ്ങനെ ട്രെയിനിൽ കയറി. ട്രെയിനിൽ ഇപ്പോൾ തന്നെ എടുക്കും. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫാമിൻ്റെ ഫുൾ കാഴ്ചകൾ നമുക്ക് ജസ്റ്റ് ഒരു റൗണ്ടിൽ തന്നെ ഒന്ന് കാണാം. അപ്പോൾ ഇത് ട്രെയിനിലാണെങ്കിൽ തുടങ്ങി.
അങ്ങനെ നമ്മൾ ട്രെയിനും പരിപാടികളൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒരു വാക്ക് വേ കൂടി നടക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, അതുകൊണ്ട് എനിക്കും കാര്യമായിട്ട് ഐഡിയാസൊന്നുമില്ല. നമുക്ക് നോക്കാം. എല്ലാം കാണിച്ചു തന്നിട്ടേ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഇതിലൂടെ ഇറങ്ങി കയറി ചെല്ലുന്നത് ഒരു ഫോട്ടോ പോയിൻ്റ് ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് നമുക്ക് അങ്ങോട്ട് നോക്കാം അവിടെ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇത് ഇവിടുത്തെ ഒരു ഫോട്ടോ പോയിൻ്റ് ആണ്. അപ്പോൾ 2 സിംഹങ്ങൾ നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനകത്ത് കുട്ടികളൊക്കെ കയറിയിരുന്ന് ഒരുപാട് പേര് ഇവിടെ ഫോട്ടോ എടുക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ കയറിയിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുവാണ്. അപ്പോൾ ഇത് നല്ല രസമുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ടൊരു ഗുഹയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെ കയറിയിട്ട് വേണം നമ്മൾ ഇവിടെ എത്താൻ. പിന്നെ ഇവിടെ വരുന്നത് സ്നാക്സ് പോലുള്ള കാര്യങ്ങൾ കഴിക്കാൻ വേണ്ടി ചെറിയൊരു കഫറ്റേരിയ പോലുള്ള സംഭവമാണ്. ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല, ചെറിയ സ്നാക്സ് അതുപോലെ തന്നെ ഐസ്ക്രീം അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്തുള്ളൂ. ഹെവി മീൽസ് ഒന്നും ഇവിടെ ഇല്ല. അങ്ങനെ വേണമെങ്കിൽ തന്നെ നമ്മൾ നേരത്തെ ഓർഡർ ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞാൽ അവരുണ്ടാക്കി വയ്ക്കും. എനിക്ക് തോന്നുന്നു 70 രൂപ റേഞ്ചൊക്കെ ഉള്ളൂ മീൽസിനൊക്കെ എല്ലാം. എല്ലാം നല്ല റീസണബിൾ റേറ്റാണ്. കാര്യമായിട്ട് വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ് ഇവിടെയുള്ള സംഭവങ്ങളെല്ലാം. അപ്പോൾ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ ജസ്റ്റ് കുട്ടികൾക്കൊക്കെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വാങ്ങിച്ചു കൊടുക്കുകയാണ് നമ്മൾ. ഫുഡ് നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. അപ്പോൾ അത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പോയി കാറിലിരുന്ന് കഴിക്കണം. അപ്പോൾ ആദ്യം ഇതൊന്ന് തീർക്കട്ടെ. അങ്ങനെ സ്നാക്സും ഐസ്ക്രീമും ജ്യൂസെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് അനിമൽ ഫാമിലേക്കാണ് കേട്ടോ. അപ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് അനിമൽ ഫാമാണ്. അവിടെ ധാരാളം കുതിരകളുണ്ട്, കുറേ കുതിരകളുണ്ട്. പിന്നെ ഒട്ടകമുണ്ട്, പിന്നെ ഒരു വലിയൊരു കാളയുണ്ട്, പിന്നെ ഡോഗ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ. അപ്പോൾ അതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. നമുക്ക് വേണമെങ്കിൽ അവർക്ക് ഫുഡൊക്കെ കൊടുക്കാം. അപ്പോൾ ഫുഡെല്ലാം അവരുടെ ആ പാത്രത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് ഇതെടുത്ത് നമുക്ക് വേണമെങ്കിൽ ഫീഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതിനാരും ഒന്നും എതിർപ്പൊന്നും പറയുന്നില്ല. അപ്പോൾ ഒരു കാര്യം സൂക്ഷിക്കണം, ഈ ഒട്ടകമൊക്കെ കടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒട്ടകത്തിനൊക്കെ വായിൻ്റെ അടുത്തേക്ക് വെച്ച് ഫുഡ് കൊടുക്കരുത്. കുതിരയും ഒട്ടകമൊക്കെ ശരിക്കും പറഞ്ഞാൽ കടിക്കുന്നതാണ്. മിക്കവർക്കും അറിയാതെ ആൾക്കാർ അതിൻ്റെ വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതറിയാത്തത് കൊണ്ടാണ് ഒട്ടകവും കുതിരയെല്ലാം നമ്മൾ ശരിക്കും നമ്മൾ കൈ വെച്ച് കൊടുത്താൽ കടിക്കും.
കുതിരയൊക്കെ ഇവിടെ പല കളറുണ്ട് കേട്ടോ. വൈറ്റ് കുതിരകളുണ്ട്, അതുപോലെ തന്നെ ബ്രൗണിഷ് കുതിരകളുണ്ട്. എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. നമ്മളെ അടുത്ത സെഷൻ എന്ന് പറയുന്നത് പെഡൽ ബോട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഒരു തടാകം ഇവരുണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഒരു റൗണ്ട് ചുറ്റി വരാം. ഒരു റൗണ്ട് അത്യാവശ്യമുണ്ട്. അപ്പോൾ അത് ചുറ്റി വരാൻ വേണ്ടി ഒരാൾക്ക് 30 രൂപയാണ് ആവുന്നത്. അപ്പോൾ നമ്മൾ 4 പേർക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്ക് ടിക്കറ്റ് വേണ്ട. അപ്പോൾ ടോട്ടൽ 5 പേരുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിനകത്തൊന്ന് കയറാൻ പോവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ പെഡൽ ബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന 2 പേര് ചവിട്ടണം. അപ്പോൾ ഇതിൻ്റെ കൺട്രോളർ എന്ന് പറയുന്നത് ഈ നടുക്ക് കാണുന്നത് ഈ ലിവറാണ്. അപ്പോൾ നമ്മൾ ഈ ലിവർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സ് എടുക്കാം, തിരിച്ച് ചവിട്ടിയാൽ മതി. അങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ തിരിക്കേണ്ടത് ഈ ഒരു ഇതിൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്ന ഈ സെൻട്രൽ കാണുന്ന ഈ ഒരു ലിവറാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ജസ്റ്റ് ചവിട്ടുവാണ്. ഫ്രണ്ടിലേക്ക് 2 പേര് മാത്രമേ ചവിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ചവിട്ടി ഇങ്ങനെ പയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 2-2:30 ആയിട്ടോ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട്. ഫുഡ് നമ്മൾ കയ്യിൽ കരുതാറുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് അതിൻ്റെ വേസ്റ്റൊന്നും പുറത്ത് കളയാറില്ല. എല്ലാം നമ്മൾ വണ്ടിയിൽ തന്നെ കീപ്പ് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് അതെല്ലാം ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. അതിനുശേഷം നമ്മൾ അടുത്ത ആക്ടിവിറ്റി നമുക്ക് ജയൻറ്റ് വീലാണ്. അപ്പോൾ അങ്ങോട്ടാണ് അടുത്ത് പോകേണ്ടത്. അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകണം. ലാസ്റ്റ് വേറൊരു ഐറ്റം കൂടി ഇവിടെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു മറ്റേ ആകാശ ഊഞ്ഞാൽ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അത് പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും അത് ആവുമെന്ന് വിചാരിക്കും. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. വീഡിയോയുടെ ലെങ്ത് ഇത്തിരി കൂടിപ്പോയി, നല്ല വിശദമായി തന്നെ കാണിച്ചു. അതാണ് സംഭവം. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ കാണിച്ച പോലെ ആ ട്രെയിൻ പോകുന്ന അതേ വഴി കൂടി തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ട്രെയിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വഴി കൂടി പോയി പുറത്തേക്ക് ഇറങ്ങി നേരെ 3 പീടികയിലെത്തി അവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് ഗുരുവായൂർക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ.
അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 7-7:30 ഗുരുവായൂരെത്തി. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ തൊഴുതിട്ട് നാളെ രാവിലെ തൃശ്ശൂർക്ക് പോകാനാണ് പ്ലാൻ. അപ്പോൾ തൃശ്ശൂർ സൂ കാര്യങ്ങളെല്ലാം നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ഫ്രൈഡേ 4 മണിക്ക് കാണാം. അതുവരേക്കും ട്രാവൽ ആൻഡ് ആർട്ട് സൈനിങ് ഓഫ്, അരുൺ.